ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ച് അണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ. റഷ്യയിലെ പാക് സ്ഥാനപതിയുടേതാണ് ഭീഷണി. എന്നാൽ പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ തുടരുകയാണ് ഇന്ത്യ. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെയും മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെയും എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യ വിലക്കി. ഇന്ത്യൻ സൈനിക നീക്കങ്ങൾ ചോർത്തി നൽകിയ 2 പാക് ചാരന്മാർ പിടിയിലായതായി പഞ്ചാബ് പോലീസും സ്ഥിരീകരിച്ചു. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് പിന്നാലെ റഷ്യയിലെ പാക് സ്ഥാനപതി മുഹമ്മദ് ഖാലിദ് ജമാലിയുടേതാണ് പുതിയ ആണവായുധ ഭീഷണി. പാകിസ്ഥാനെ ആക്രമിച്ചാൽ ആണവായുധം ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് ജമാലി പറഞ്ഞു. പാകിസ്ഥാനിലെ ചില മേഖലകൾ ആക്രമിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി വിവരമുണ്ടെന്നും റഷ്യ ടുഡേയോട് പാക് സ്ഥാനപതി പറഞ്ഞു. എന്നാൽ പാകിസ്ഥാനിലേക്കുള്ള നദികളിലെ നീരൊഴുക്ക് തടയാൻ ഇന്ത്യ ശ്രമം തുടങ്ങി. ചെനാബ് നദിയിലെ വെംഗ്ലിഹാർ ഡാം ഷട്ടർ താഴ്ത്തി. ഝലം, കിഷൻഗംഗ ഡാമുകളിലും ഷട്ടറുകൾ ഇട്ടുകൊണ്ട് ജലം തടയാനാണ് തീരുമാനം. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ, മന്ത്രി അത്താവുള തരാർ എന്നിവരുടെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യ വിലക്കുകയും ചെയ്തു. നടി മഹിര ഖാൻ അടക്കമുള്ളവരുടെ അക്കൗണ്ടുകളും തടഞ്ഞിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ NIA അന്വേഷണം ഊർജിതമാണ്. 4 ഭീകരരെ സംബന്ധിച്ച കൂടുതൽ വിവരം അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു. പാക് ഭീകരർ ടൂറിസ്റ്റുകളെന്ന വ്യാജേന ഇന്ത്യയിലെത്തിയെന്നാണ് നിഗമനം. ആദ്യം വെടിപൊട്ടിയപ്പോൾ സഞ്ചാരികളിൽ ചിലരെ സഹായിക്കാനെന്ന വ്യാജേന സമീപത്തെ കഫേയിലേക്ക് മാറ്റിയ ശേഷം കൊലപ്പെടുത്തിയത് ഇവരെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഭീകരരുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ആക്രമണത്തിന് 15 ദിവസം മുമ്പ് മാത്രം പഹൽഗാം മാർക്കറ്റിൽ കട തുടങ്ങിയ ഒരു വ്യാപാരിയെ NIA കസ്റ്റഡിയിലെടുത്തു. ആക്രമണമുണ്ടായ ഏപ്രിൽ 22-ന് ഇയാൾ കട തുറന്നിരുന്നില്ല. രാജസ്ഥാനിൽ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചതിന് പാക് സൈനികനെ കസ്റ്റഡിയിലെടുത്ത വിവരവും NIA സ്ഥിരീകരിച്ചു. ആക്രമണം നടന്ന 10ാം ദിവസവും അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുകയാണ്. നിയന്ത്രണ രേഖയിലെ 8 സ്ഥലങ്ങളിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായെന്ന് സേന വ്യക്തമാക്കി. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നൌഷേര, സുന്ദർബാനി, അക്നൂർ മേഖലകളിലാണ് പാക് സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തത്. ഇന്ത്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളും ചോർത്തിയ കുറ്റത്തിന് 2 പാക് ചാരന്മാരെ അറസ്റ്റ് ചെയ്തതായി പഞ്ചാബ് പോലീസും സ്ഥിരീകരിച്ചു. പാലക് മസീഹ്, സൂരജ് മസീഹ് എന്നിവരെയാണ് പിടികൂടിയത്. അതിനിടെ പാക് വനിതയുമായുണ്ടായ വിവാഹം മറച്ചുവെച്ച CRPF ജവാൻ മുനീർ അഹമ്മദിനെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. വിസ കാലാവധി അവസാനിച്ച ശേഷവും ഭാര്യയെ ഇന്ത്യയിൽ തുടരുന്നതിന് സഹായിച്ച് ചട്ടലംഘനം നടത്തിയതിനാണ് നടപടി. എന്നാൽ സേനയെ അറിയിച്ചാണ് താൻ പാക് പൗരയെ വിവാഹം ചെയ്തതെന്നാണ് മുനീർ അഹമ്മദിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.